പതിറ്റാണ്ടുകൾക്ക് മുൻപ് വർക്കല അഞ്ചുതെങ്ങ് ഭാഗത്ത് വെച്ച് ആക്രമിക്കപ്പെട്ട് കടലിൽ മുങ്ങിപ്പോയ കപ്പൽ ബ്രിട്ടീഷുകാരുടേതെന്ന് വിദഗ്ധർ പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യം തകർത്ത ബ്രിട്ടീഷ് ചരക്ക് കപ്പലാണെന്നാണ് പ്രധാന വാദം. കപ്പൽ നിർമ്മാണം സ്റ്റീൽ കൊണ്ടായതിനാൽ പഴക്കം 100 വർഷത്തിൽ താഴെ മാത്രമെന്നും വിദഗ്ധർ പറയുന്നു. കപ്പൽ ഛേദത്തിന്റെ ഏറ്റവും അപൂർവ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത്. വർക്കലയ്ക്കും അഞ്ചുതെങ്ങിനും ഇടയ്ക്ക് കടലിന്റെ ആഴത്തിൽ ഒരു കപ്പൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയ കപ്പൽ. ആ കപ്പൽ തേടിയാണ് ഇന്ന് മാതൃഭൂമി ന്യൂസിന്റെ യാത്ര. ആ കപ്പൽ ഛേദത്തെ കണ്ടെത്തിയ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ മെഷ് മനോഹരൻ, ഒപ്പം ഡൈവിംഗ് ഗൈഡുമാരായിട്ടുള്ള മുഹമ്മദ് ആഷിഖ്, രോഹിത് എന്നിവരാണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? കടലിന്റെ ആഴത്തിലേക്ക് പോയാലോ? ഈ വിസ്മയ ലോകം കടന്നു വേണം അടിത്തട്ടിലെ കാണാ കാഴ്ചകളിലേക്ക് എത്താൻ. നീന്തി തുടിക്കുന്ന വർണ്ണ മത്സ്യങ്ങൾ, ഊളിയിട്ടു പായുന്ന മീൻകൂട്ടം, കടൽ ജീവികളുടെ അപൂർവ ദൃശ്യം. അങ്ങനെ സവിശേഷമായ അനുഭവമാണ് കടലാഴം. ഒടുവിൽ സാഹസികരുടെ സ്വപ്നതീരം. വർഷം പഴക്കമുള്ള ഒരു ഡച്ച് കപ്പലാണ് എന്നാണ് വളരെ വിപുലമായിട്ട് പറയുന്നതിനെ പറ്റി പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 വർഷം പഴക്കമുള്ള ഒരു സ്റ്റീൽ കപ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയൺക്ലാഡ് ക്ലാസ്സിൽപ്പെട്ടതാണ്. അയൺക്ലാഡ് ക്ലാസ്സിൽപ്പെട്ട ഷിപ്പുകളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇത് വളരെ മോഡേണായിട്ടുള്ള ഷിപ്പുകൾ. ഇതിൻ്റെ പഴക്കം, അണ്ടർ വാട്ടർ ലൈഫ് എന്ന് പറയുന്നത് ഉദ്ദേശം ഒരു 90 വർഷത്തിൽ കൂടുതലില്ല, എന്നാൽ 50 വർഷത്തിൽ പുതിയതുമല്ല ഉദ്ദേശം. അപ്പോൾ അതെല്ലാം നമുക്ക് ബന്ധപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശം സെക്കൻഡ് വേൾഡ് വാർ സമയത്തുള്ള ഷിപ്പായിട്ട് തന്നെയാണ്. കാരണം സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് നമുക്ക് ഈ കേരളത്തിൻ്റെ കരയിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം ഭാഗത്ത് 2 ജപ്പാനീസ് ടോർപിഡോ ഇൻസിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ചരിത്രകാർ അല്ലെങ്കിൽ വാർ ഹിസ്റ്റോറിയൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് വളരെ സാമ്യമുണ്ട്. സ്റ്റെഫിൻ താഴെ പോയി കണ്ട ഈ കപ്പലിൻ്റെ ഞാൻ പറയുന്ന ചില ഇൻഡിക്കേഷൻസ് സ്റ്റെഫിന് വെരിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ കപ്പൽ നമ്മൾ സൈഡിൽ ചരിഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു നെടുകെ ഒടിഞ്ഞിരിക്കുന്ന ഒരു മാർക്ക് അല്ലെങ്കിൽ ഒടിഞ്ഞിരിക്കുന്ന പാട് കണ്ടിരുന്നു. അതോടൊപ്പം അതിൻ്റെ മുൻവശത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് വസ്തുക്കൾ ഇളകി തെറിച്ച് കിടക്കുകയാണ്. ഇതെല്ലാം എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഷിപ്പിന് അടിവശത്ത് നടന്ന ഒരു ഹെവി എക്സ്പ്ലോഷനാണ്. അപ്പോൾ ആ തരത്തിലുള്ള എക്സ്പ്ലോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഒരു മാഗ്നറ്റിക് ടോർപിഡോ ആകാം, മാഗ്നറ്റിക് മൈൻ ആകാം. അപ്പോൾ ഇതെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഒരു സെക്കൻഡ് വേൾഡ് വാർ ഒരു ഷിപ്പ് ബ്രേക്കിനെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായി ഇപ്പം കേൾക്കുന്ന ഊഹാപോഹം, ഈ ഡച്ച് ഷിപ്പ് ഈ കടലിൻ്റെ ആഴത്തട്ടിലുണ്ടോ? അതെവിടെയാണ്? ഡച്ച് ഷിപ്പ് ഒരു എലീസയും അത് നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡച്ച് ഷിപ്പ് എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ വർക്കല അമ്പലത്തിലിരിക്കുന്ന മണിയാണ്. മണി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കപ്പൽ ഒരു പക്ഷേ ഇവിടെ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിരിക്കാൻ. കാരണം അപ്പോൾ മണിയില്ലാതെ ആ കപ്പലിന് പോകാൻ പറ്റില്ല. അപ്പോൾ ആ കപ്പൽ ഒരു പക്ഷേ ഇവിടെ എവിടെയെങ്കിലും മുങ്ങിക്കിടക്കാം. കടലിലെ കാഴ്ച പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അനുഭവിച്ചറിയുന്നതാണ് കൂടുതൽ നല്ലത്. വലിയൊരു ചരിത്ര സത്യമാണ് ഈ കടലാഴത്തിൽ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കൂടുതൽ പഠന വിധേയമാക്കിയാൽ വലിയ ചരിത്ര സത്യങ്ങൾ വെളിപ്പെടും. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇവിടം നല്ല അടിപൊളി ഒരു ഡൈവിംഗ് സ്പോട്ട് കൂടിയാണ്. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.
സ്റ്റെഫിൻ ചേരുന്നു. അമ്പട സ്റ്റെഫിനെ, ഗുഡ് മോർണിംഗ്. ഏതായാലും ആ കടലിലേക്കുള്ള ചാട്ടം ഉണ്ടല്ലോ, അതിങ്ങനെ കോരിത്തെരിപ്പോടെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റൂ. അതേതായാലും പൊളിച്ചു. ഒരുപക്ഷെ ഇങ്ങനെ വെള്ളത്തിനടിയിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ റിപ്പോർട്ടറാണോ മലയാളത്തിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് ഈ പ്രണയ ദിനവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കടലിനടിയിലെ കപ്പലിന് ഒരു ടൈറ്റാനിക്കിനോളം സമാനമായ എന്തെങ്കിലും ഒരു കഥയൊക്കെ പിന്നിൽ ഉണ്ടാവുമോ സ്റ്റെഫിൻ? മൂത്തി, ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇദ്ദേഹം പറഞ്ഞതുപോലെ, ഈ ഡൈവിംഗ് ഇൻസ്ട്രക്ടറായിട്ടുള്ള മെഷ് മനോഹരൻ പറഞ്ഞതുപോലെ അധികം പഴക്കമൊന്നുമില്ല. ഏതാണ്ട് 100 വർഷത്തിനകത്ത് പഴക്കമുള്ള കപ്പൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കടലിലേക്കുള്ള യാത്ര വലിയ കൗതുകവും അതോടൊപ്പം പേടി നിറഞ്ഞതുമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവരുടെ ഈ ഒപ്പമുണ്ടായിരുന്ന ഡൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെയൊക്കെ തന്നെ അവരുടെയൊക്കെ ആ ഒരു കരുതലൊക്കെ കൊണ്ടാണ് നമുക്ക് ആ ഒരു ഭയമൊക്കെ ഒരു പരിധിവരെയൊക്കെ മാറി നിന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്, ഇത് വലിയൊരു ടൂറിസം സാധ്യതകളൊക്കെ തന്നെ ഉള്ള ഒരു രീതിയിൽ നമുക്ക് ഇത് വിപുലപ്പെടുത്തിയെടുക്കാൻ തന്നെ ഒരു പക്ഷേ കഴിയും. കാരണം ഇതുപോലെ പല കപ്പലുകൾ നമ്മുടെ ഈ കടലിൽ ഉണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഈ ഡച്ച് കപ്പലുമായി ബന്ധപ്പെട്ട പല കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വർക്കല ക്ഷേത്രത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മണിയുമായി ബന്ധപ്പെട്ടാണ്. ആ മണി വന്നത് ഡച്ച് കപ്പലിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ 2 കപ്പലുകൾ ഇത്തരത്തിൽ നമ്മുടെ ഈ അഞ്ചുതെങ്ങ് വർക്കല ഭാഗത്ത് വെച്ച്, അല്ലെങ്കിൽ കേരള തീരത്ത് വെച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അത് ഈ ചരിത്രകാരന്മാരും അത്തരത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു കപ്പൽ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഇനിയും ഇത്തരത്തിൽ കപ്പലുകൾ നമ്മുടെ കടലിനടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതൊക്കെ തേടി ഒരു പക്ഷേ ഇനി കൂടുതൽ യാത്രകളൊക്കെ തന്നെ നമുക്ക് നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ ആ കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരും കാലങ്ങളിൽ അത് പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ, ടൈറ്റാനിക്കിന് സമാനമായ രീതിയിൽ കപ്പലിങ്ങനെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ തെളിവുകളോ ഒന്നും തന്നെ നമുക്ക് മുന്നിലില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത.